നമസ്കാരം. 2-3 ദിവസമായിട്ട് യൂട്യൂബിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആപ്പാണ് ഈ ഫ്രണ്ട് ആപ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരു ആപ്പാണ് ഈ ഫ്രണ്ട് ആപ്പ്. അതായത് അവർക്ക് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ ബോർ അടിച്ചിരിക്കുന്ന സമയത്ത് വിളിച്ച് സംസാരിക്കാൻ പറ്റുന്ന നല്ല ഫ്രണ്ട്സിനെ കിട്ടുന്ന ഒരു ആപ്പാണെന്നാണ് ഇവർ പറഞ്ഞ് ഇതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഓരോരുത്തരും വീഡിയോ ചെയ്യുന്നത് എനിക്ക് ബിരിയാണി വെക്കാൻ പഠിപ്പിച്ചു തന്നത് ഈ ഫ്രണ്ട് ആപ്പിലുള്ള എൻ്റെ ഫ്രണ്ടാണ്, അതുപോലെ തന്നെ എനിക്ക് കോൺഫിഡൻസ് തന്നത് എൻ്റെ ഈ ഫ്രണ്ട് ആപ്പിലുള്ള ഫ്രണ്ടാണ്. അങ്ങനെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഇവർ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒരു ഉഡായിപ്പ് ആപ്പാണ് ഇത്. അപ്പോൾ ഇതിൽ ഒരുപാട് മോശമായ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ആപ്പിൻ്റെ അകത്ത്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. അതായത് ഈ ഒരു ഫ്രണ്ട് ആപ്പ് എന്ന് പറയുന്നത് ബോയ്സിനും ഗേൾസിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ്. എന്നാൽ അതിൽ ഗേൾസിനാണ് കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റുന്നത്. ഗേൾസിനാണ്. ബോയ്സിനാണെന്നുണ്ടെങ്കിൽ അവർ ക്യാഷ് ഇറക്കേണ്ടതായിട്ടാണ് വരുന്നത്. അവർക്കൊരു 3-4 സെക്കൻഡ് മാത്രമാണ് ഫസ്റ്റ് ഫ്രീ ആയിട്ട് ഇതുപോലെ സംസാരിക്കാൻ, മറ്റൊരാളുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് സംസാരിക്കാനുള്ള ഓപ്ഷൻ ഉള്ളത്. അതിനുശേഷം ഈ ബോയ്സിന് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ റീചാർജ് ചെയ്യണം. 100-200 കൊടുത്ത് അവർക്ക് റീചാർജ് ചെയ്താൽ മാത്രമാണ് അവർക്ക് ഈ ഒരു മറ്റൊരു ജെൻഡറുമായിട്ട് ഈ ഫോണിൽ കോണ്ടാക്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റുള്ളൂ ഈ ഒരു ആപ്പിലൂടെ. അപ്പോൾ അതായിരുന്നു ഈ ആപ്പിൽ. അതുപോലെ തന്നെ ഗേൾസിന് എന്ന് പറഞ്ഞാൽ അവർക്ക് റീചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ അവർക്ക് എത്ര നേരം ഈ ഒരു ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അത്രയും നേരം അവർക്ക് ഒരു കോയിൻസ് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ആ കോയിൻസിനെ അവർക്ക് റിയൽ മണിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഗേൾസിന് ഉപകാരവും അതുപോലെ തന്നെ ബോയ്സിന് റീചാർജ് ചെയ്യണം കാര്യങ്ങൾ, അതുപോലെ തന്നെ അവരുടെ കയ്യിൽ നിന്ന് ക്യാഷ് ഇറക്കുന്ന പരിപാടിയാണ് ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുമൂലം ഒരുപാട് ഫാമിലിക്ക് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഒരുപാട് പേര് ഈ ഒരു ആപ്പ് കാരണം നശിക്കാനായിട്ടുള്ള അവസരമാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മുടെ അതുൽ വ്ളോഗ്സ് കുറച്ച് ഈ ഒരു ആപ്പിൻ്റെ ഉള്ളിൽ എന്താ നടക്കുന്നതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നമുക്ക് കേൾക്കാം. ഇത് പെണ്ണുങ്ങൾക്ക് മാത്രമേ ഏണിങ്സ് കിട്ടത്തുള്ളൂ, പയ്യന്മാർക്ക് കയ്യിലൊന്ന് പോകും. ഇതാണ് ആ ആപ്പിൽ നടക്കുന്നത്. കുറെ ഫ്രസ്ട്രേഷൻസ് പറഞ്ഞമാരും ഗുരുവൊട്ടിയന്മാരും കടുവകളെല്ലാം കൂടി അങ്ങോട്ട് പോകും. അതുള്ള കാര്യമാണ്. പോകുന്നവന്മാരെ തന്നെയാണ് ആദ്യം മടൽ വെട്ടി അടിക്കേണ്ടത്. ഇതുപോലെ പ്രൊമോഷൻ ചെയ്യുന്നവരെയും മടൽ വെട്ടി അടിക്കണം. ഇതിന് രണ്ടിനാണ് ആദ്യം വെട്ടി അടിക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ അകത്ത് കുറെ പെണ്ണുങ്ങൾ ഇരിപ്പുണ്ട്. വീട്ടിലൊന്നും ചോദിക്കാനും പറയാനില്ലാത്ത ടീംസ് എന്നാണ് തോന്നുന്നത്. ഞാൻ സംസാരിച്ച ഒരാൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവ് ജോലിക്ക് പോകും രാവിലെ തന്നെ. അപ്പം ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കും, എനിക്ക് ജോലിയൊന്നുമില്ല, എന്നെ ജോലിക്ക് പോകാൻ ഭർത്താവ് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ ആപ്പിലിരുന്നും കൊണ്ട് ആരും അറിയാതെ പൈസ ഏൺ ചെയ്തു. ഇതാണ് എൻ്റെ അടുത്ത് ഒരു ലേഡി പറഞ്ഞത്. അപ്പൊ എന്നിട്ട് അവര് ഒരു മാറ്റി വശീകരണ സംസാരമൊക്കെ സംസാരിച്ചിരുത്താൻ നോക്കി. പക്ഷെ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കാര്യം അന്വേഷിക്കുകയാണ്. എന്താണ് ഇവിടെയൊക്കെ നടക്കുന്നതെന്ന് അന്വേഷിച്ചിട്ട് ഞാൻ പതുക്കെ വലിയ. അപ്പോൾ ഈ ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്യുന്ന ഗേൾസ് വന്നിട്ട് ഈ ബോയ്സിനെ എത്ര നേരം അവർക്ക് ഈ ഒരു കോളിൽ പിടിച്ചിരുത്താൻ പറ്റുമോ അത്രത്തോളം ഇവർക്ക് ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗേൾസ് വന്നിട്ട് ഈ സെക്സിനെ കുറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് ഒരുപാട് നേരം സംസാരിപ്പിക്കാനായിട്ട് ബോയ്സിനോട് കോളിൽ പിടിച്ചിരുത്താനായിട്ട് ശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഒരുപാട് ഫാമിലി വഴിതെറ്റി പോകാനുള്ള കാര്യങ്ങളൊക്കെയാണ്. അതിനെക്കുറിച്ചും അതുൽ വ്ളോഗ്സ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ നമുക്കൊന്ന് കാണാട്ടോ. അനുഭവം പറയുകയാണെങ്കിൽ വളരെ മോശം അനുഭവമാണ് എനിക്ക് ഇതുപോലത്തെ ഡേറ്റിംഗ് ആപ്പിൽ നിന്നും എനിക്ക് ഉണ്ടായിട്ടുള്ളത്. ഞാൻ ഇതുപോലെ അങ്ങോട്ട് പോയി റീചാർജ് ചെയ്തു. ആദ്യത്തെ ഒരു വട്ടം എന്തോ ഫ്രീ ആയിരുന്നു, അത് 3 മിനിറ്റ് എങ്ങാണ്ട് ഫ്രീ ആയിട്ട് കോൾ ചെയ്യാം. അങ്ങനെ കോൾ ചെയ്തു. ജസ്റ്റ് 3 മിനിറ്റ് സംസാരിക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ അടുത്ത് റീചാർജ് ചെയ്തതിന് ശേഷം ഞാൻ കോൾ ചെയ്ത് സംസാരിച്ചു. അപ്പോൾ ഞാൻ 1, 2, 3 ലേഡിമാരുടെ അടുത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സംസാരിച്ച സമയത്തും അവർ നമ്മളെ കോളിൽ പിടിച്ചിരുത്താനാണ് നോക്കുന്നത്. നമ്മളെ കോളിൽ പിടിച്ചിരുത്തിയതിനു ശേഷം നമ്മളെ എങ്ങനെയെങ്കിലുമൊക്കെ കോഴ്ത്തനം അല്ലെങ്കിൽ ഒരു ഒരു സെക്ഷൽ സാധനം പിടിച്ചിട്ട് നമ്മളവിടെ ഇരുത്താൻ ശ്രമിക്കുന്നുണ്ട്. അവരുടെ വാക്കുകളിൽ നിന്നും എനിക്കത് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ സ്ത്രീകൾ മാറുന്ന ഒരു രീതിയാണ് എനിക്ക് അവിടെ കാണാൻ സാധിച്ചത്. ഞാൻ അപ്പോൾ ഒരു സ്ത്രീ എടുത്ത് ഓപ്പൺ ആയിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ഇത് കൊണ്ട് എന്താണ് ഗുണമെന്ന്. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം സമയം അവരടുത്ത് കോളിലിരുന്ന് സംസാരിക്കുന്നുണ്ട് അത്രത്തോളം സമയം അവർക്ക് ഏണിങ്സ് കിട്ടും. അതുകൊണ്ട് നമ്മൾ കോളിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അവർ നമ്മളെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് പല മോശം വർത്തമാനം പല കാര്യങ്ങളും അവർ സംസാരിക്കും. പ്രത്യേകിച്ച് ഇത്ര ഡേറ്റിംഗ് ആപ്പ് അല്ലെങ്കിൽ ഫ്രണ്ട് ആപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകുന്നത് വളരെ മോശമായ ഒരു സിറ്റുവേഷനിലൂടെയാണ്. ഞാൻ 1, 2, 3 പേരെ വിളിച്ച സമയത്തും എനിക്ക് എല്ലാവരിൽ നിന്നും ഇതുപോലത്തെ ഒരു രീതി തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരു ആപ്പിനെ പ്രൊമോട്ട് ചെയ്ത ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ഒരാളാണ് തനി മലയാളി എന്ന് പറയുന്ന ഇൻഫ്ലുവൻസർ. ഒരുപാട് പേർക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ആളുടെ പിക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരുപാട് പേര് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആളുടെ ഭാഗം ക്ലിയർ ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പൊ അതിൽ എന്താ പറയുന്നതും കൂടെ നമുക്ക് കേൾക്കാം. അവരൊരു ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് തന്നെ ആൾക്കൊരു നെഗറ്റീവ് വരുമ്പോഴത്തേനും അവരുടെ ഒരു ഭാഗം ക്ലിയർ ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക്
അവർക്ക് ഇതിനുള്ള ഒരു മറുപടിയായിട്ട് വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അതിനുള്ള കറക്റ്റായിട്ടുള്ള അവർക്ക് എന്താണ് സംഭവിച്ചത്, അവരെങ്ങനെയായിരുന്നു ഈ ആപ്പിനെ കുറിച്ച് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോയിൽ കുറച്ച് ഭാഗങ്ങൾ കേട്ടിട്ട് വരാം. പ്രൊമോഷന് വേണ്ടി നമ്മളൊരു വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്യും. ആ ഒരു സ്ട്രക്ചർ തന്നെയാണ് ഈ ഒരു പെർട്ടിക്കുലർ ആപ്പിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം 1.5 വർഷം മുന്നെയാണ് ഈ ഒരു ആപ്പ് പ്രൊമോഷന് വേണ്ടി കോൺടാക്ട് ചെയ്യുന്നത്. കോൺടാക്ട് ചെയ്ത സമയത്ത് ഈ പറഞ്ഞതുപോലെ ബ്രാഞ്ചിനായിട്ടൊരു കോൾ ഉണ്ടായിരുന്നു. അവരവരുടെ ഫീച്ചേഴ്സും കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ലേറ്റർ ഞാൻ ആപ്പ് ഉപയോഗിച്ചു. ആപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് വെൽ ക്ലിയർ ആയിരുന്നു അതൊരു സോഷ്യലൈസിങ് കം ഒരു ഡേറ്റിംഗ് ആപ്പാണെന്നുള്ളത്. മുന്നത്തെ എൻ്റെ വീഡിയോസിലും ഡേറ്റിങ്ങും റിലേഷൻഷിപ്പും ബ്രേക്കപ്പും അത് റെഡിയാവുന്നില്ലെങ്കിൽ പുതിയൊരു ഡേറ്റിംഗ് ഫേസിലോട്ട് എൻ്റർ ചെയ്യുന്നതും ഒക്കെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇനീഷ്യലി അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഫീച്ചേഴ്സൊന്നും ഞാൻ ആപ്പ് ഉപയോഗിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസൊന്നും എനിക്ക് ആ ആപ്പിൽ വലിയ പ്രശ്നങ്ങളൊന്നും എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ എനിക്ക് ഫീൽ ചെയ്തില്ല. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു 2-3 മാസത്തിന് ശേഷമാണ് ആദ്യമായിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊമോഷണൽ വീഡിയോ ഞാൻ യൂട്യൂബിൽ ചെയ്യുന്നത്. അതിനുശേഷം മാസങ്ങൾ ഇടവിട്ട് 4 പ്രൊമോഷണൽ വീഡിയോ ആണ് ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ ആപ്പിന് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഡ്യൂറേഷനിൽ ഈ ആപ്പിന് അഗെയിൻസ്റ്റ് വലിയൊരു എലിഗേഷനോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ഒരു വാലിഡ് ആയിട്ടുള്ള സൈറ്റിൽ നിന്ന് ഞാൻ വായിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഈ ഒരു ആപ്പ് ഉപയോഗിക്കുന്ന സമയത്തും ഏതൊരു ആപ്പിനും ഏതൊരു ഡേറ്റിംഗ് ആപ്പിനും അല്ലെങ്കിൽ ഏതൊരു സ്ട്രേഞ്ചേഴ്സിനെ ഓൺലൈൻ മീറ്റ് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്ന ഒരു ആപ്പിനും വരാൻ സാധ്യതയുള്ള കുറേ പ്രശ്നങ്ങളാണ് ഈ ഒരു ആപ്പിൽ എൻ്റെ പെർസ്പെക്റ്റീവിൽ ഞാനന്ന് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു എയർബിഎൻബി നമ്മൾ എടുക്കുകയാണെങ്കിലും എങ്ങനെയാണ് അവിടെ വരുന്ന ആൾ ആ ഒരു എയർബിഎൻബി ഉപയോഗിക്കുന്നത് എന്നുള്ളതനുസരിച്ചിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഞാനന്ന് അതിനെ നോക്കിക്കണ്ടത്. അതിനുശേഷം നമ്മുടെ ഈ 4ാമത്തെ പ്രൊമോഷണൽ വീഡിയോ ലൈവ് പോയതിനു ശേഷം ഏകദേശം ഒരാഴ്ച കഴിഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ 2 പേര് എനിക്കൊരു യൂട്യൂബ് ലിങ്ക് ഷെയർ ചെയ്തു. അതിൽ കൂടുതൽ ആൾക്കാർ ഷെയർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ചില മെസ്സേജസ് ഞാൻ മിസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. 2 പേരുടെ മെസ്സേജാണ് ഞാൻ ശ്രദ്ധിച്ചത്. അത് ഈ ഒരു പെർട്ടിക്കുലർ ആപ്പ് ഉപയോഗിച്ച് ഒരു ലേഡിക്ക് ഉണ്ടായ ഒരു മോശമായ അനുഭവമായിരുന്നു അവർ ആ ഒരു പെർട്ടിക്കുലർ ആപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പെർട്ടിക്കുലർ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കണ്ടു. എനിക്ക് മെസ്സേജ് അയച്ച ഈ 2 ആൾക്കാരായിട്ടും ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവും അവരുടെ പെർസ്പെക്റ്റീവും ഡിസ്കഷനിൽ വന്നു. നമ്മൾ കുറച്ച് നേരം അത് ഡിസ്കസ് ചെയ്തു. ഒരാൾ വന്ന് ഒരു കാര്യത്തെപ്പറ്റി മോശമായി അവരുടെ ഒരു യൂസർ എക്സ്പീരിയൻസ് പറയുമ്പോഴേക്ക് ഒരു കാര്യം മോശമായി പോകുന്നില്ല എന്നായിരുന്നു ഞാനന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എഗെയിൻ ഇതൊരു പെർസ്പെക്റ്റീവാണ്, നിങ്ങളെല്ലാവരും ഇതിനോട് യോജിക്കണം എന്നില്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം ആ ഒരു വീഡിയോയിൽ ആ ഒരു ലേഡി വളരെ ജെന്യുവൻ ആയിട്ടായിരുന്നു അവരുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിന് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടുന്നത് വരെ ഈ ഒരു പെർട്ടിക്കുലർ ആപ്പിനെയായി ഇനി ഞാൻ കൊളാബറേറ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഡിസിഷൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 1-2 സ്ക്രീൻഷോട്ട്സ് എനിക്കെന്തോ ഇന്നലെ തപ്പി കഴിഞ്ഞപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലാസ്റ്റ് കൊളാബറേഷന് ശേഷവും 3 തവണ ഈ ഒരു ആപ്പ് എന്നെ കൊളാബറേഷന് വേണ്ടി കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ സൈഡിൽ സ്ക്രീൻഷോട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ ആദ്യം ഞാൻ പറയുന്നുണ്ട് ഫ്യൂ മന്ത്സിന് ഞാൻ കൊളാബറേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത്. ലേറ്റർ ഫെബ്രുവരിയിൽ വന്ന ഒരു കൊളാബറേഷൻ റിക്വസ്റ്റ് ആണത്. അതിൽ ഞാൻ വീണ്ടും പറയുന്നുണ്ട് ഞാൻ ഈ ഒരു ആപ്പിനായിട്ട് ഇപ്പോൾ കൊളാബറേറ്റ് ചെയ്യുന്നില്ല. കാരണം എനിക്ക് അപ്പോഴും ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒപ്പം തന്നെ ആൾക്കാരുടെ ഇടയിൽ കുറച്ച് ഈ ഒരു ആപ്പിന് ഒരു നെഗറ്റീവ് ഇമേജ് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ആപ്പ് ഞാൻ ഇനി പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഡിസിഷൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ മാത്രമല്ലാതെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഇതിന് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അല്ലെങ്കിൽ അതിലൂടെ എല്ലാവരോടും സംസാരിച്ചും കാര്യങ്ങളും ആയിരിക്കില്ല അത് പ്രൊമോട്ട് ചെയ്യുന്നത്. എന്താണ് കാര്യം എന്ന് വെച്ചാൽ അപ്പോൾ അവർക്ക് അവരുടെ കാര്യങ്ങളും എല്ലാവരും ഫാമിലി അവരുടേതായ തിരക്കുകളൊക്കെ ഉള്ളവരാണ്. അവരൊന്നും ഇതുപോലെ മറ്റൊരാൾ വിളിച്ച് സംസാരിച്ച് ആ ഒരു ആപ്പ് യൂസ് ചെയ്തിട്ട് വന്ന് പ്രൊമോഷൻ ചെയ്യണം എന്നില്ല. ഒരുപാട് പേര് ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രൊമോഷൻ വരും ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്യണവരായിരിക്കും കൂടുതൽ പേരും. അല്ലാണ്ട് എല്ലാവരും ഇത് യൂസ് ചെയ്ത് നോക്കുന്നുണ്ട് എന്ന് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ പറ്റുന്നതും എല്ലാവരും എന്തെങ്കിലും ഒരു ബ്രാൻഡിനെയോ ഏതെങ്കിലും ഒരു ആപ്പിനെയോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് കുടുംബങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി നശിച്ചു പോകുന്നതിന് ഇടയാവുന്ന കാര്യങ്ങളൊന്നും പ്രൊമോട്ട് ചെയ്യാതെ ഇരിക്കുക.